നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. കൊല്ലവർഷം 2201, അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള ഒരു വർഷക്കാലം പുണർതം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സാമാന്യമായിട്ടുള്ള ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. പുണർതം നക്ഷത്രം 2 കൂറുകളിലായിട്ടാണ് ഉള്ളത്. പുണർതത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ മിഥുനക്കൂറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകക്കൂറിലുമാണ് വിന്യസിച്ചിരിക്കുന്നത്. മിഥുനക്കൂറിൽ ജനിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം നല്ല ഫലങ്ങളുള്ള ഒരു സമയമാണ്. ചാരവശാൽ ലഗ്നത്തിൽ തന്നെ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ്. കണ്ടകശനി ഉണ്ടെങ്കിലും പൊതുവെ ഗുണപ്രദമായിട്ടുള്ളൊരു സമയമായിരിക്കും മിഥുനക്കൂറിൽ ജനിച്ച ആളുകൾക്ക്. കർക്കിടക്കൂറിൽ ജനിച്ച ആളുകൾക്ക് വ്യാഴം 12-ലായതുകൊണ്ട് ചില അനിഷ്ടതകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒരു സമയമാണ് ഇപ്പോൾ. പൊതുവെ പുണർതം നക്ഷത്രത്തിൻ്റെ ഈ ഒരു വർഷത്തെ സാമാന്യമായിട്ടുള്ള ഫലങ്ങൾ ചിന്തിക്കുമ്പോൾ സഹോദര തുല്യരായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ എവിടെയെങ്കിലൊക്കെ സബ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള ചില ഡോക്യുമെൻറ്റുകൾ കൊടുക്കുകയോ ഒപ്പിടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനും അതിൽ ചില ന്യൂനതകൾ ഉണ്ടാവാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ അതുമായി നമ്മളുടെ ഡോക്യുമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ചില വിലപ്പെട്ട രേഖകൾ നമ്മുടെ നഷ്ടപ്പെടാനുള്ള സാഹചര്യവും കൂടി ഉണ്ടാകും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പൊതുവെ കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമല്ല, ഒരു സാധാരണയിൽ നിന്നും കുറച്ചൊരു സ്ലോ ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കാതിരിക്കില്ല. പക്ഷേ ഒരു ചെറിയ താമസം നേരിടേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഒന്നുകൂടി റീചെക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം, വീണ്ടും പരിശോധിക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ ഒരു സമയത്ത് കൊണ്ടുവന്ന ആളുകൾ കാണിക്കും. അതുപോലെ തന്നെ എല്ലാത്തിനെക്കുറിച്ചിട്ടും ഒരു ഭയവും ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതിന് മുമ്പ് ഒരു സംശയവുമൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഈ കൈ സംബന്ധമായ ഷോൾഡർ, 2 കൈകളുടെയും ഷോൾഡറിന് ഉണ്ടാകുന്ന ചില വേദനകൾ, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, കാൽമുട്ടിനുണ്ടാകുന്ന അസുഖങ്ങൾ, അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകും. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു സമയം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് നടക്കുന്ന ഒരു സമയമാണ്. വിദേശത്തേക്ക്